ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്നലെ നടന്ന ലോഞ്ച് ഇവന്റിൽ OnePlus അവരുടെ 8 സീരീസിന് ശേഷം 9 സീരീസിലെ 3 ഫോണുകളാണ് അവർ ഇന്നലെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അവർ ലോഞ്ച് ചെയ്ത ഫോൺ ഏതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ അവർ 9 സീരീസിലെ OnePlus 9, 9R, 9 Pro എന്നീ 3 ഫോണുകളാണ് അവർ ഇന്നലെ ലോഞ്ച് ചെയ്തത്. അപ്പൊ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഈ OnePlus 9 സീരീസിലെ 3 ഫോണുകളുടെയും ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരിക്കും നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിലുപരി ഈ OnePlus 8 സീരീസിൽ നിന്ന് 9 സീരീസിലേക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യമായ മാറ്റങ്ങളാണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്, അതിനു പുറമെ ഈ ഫോൺ ഇപ്പോൾ ഇറങ്ങിയ പ്രൈസിൽ അതൊരു ബെസ്റ്റ് ചോയ്സ് ആണോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എല്ലാം നമ്മളുടെ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമ്മൾ ഈ 3 ഫോണുകളിൽ നിന്ന് ഏറ്റവും ടോപ്പ് ഫോണായ OnePlus 9 Proയുടെ കാര്യം ആദ്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ ഏകദേശം 6.7 ഇഞ്ചിന്റെ ഒരു 2K+ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് ഈ OnePlus 9 Proയിൽ ലഭിക്കുന്നത്. അപ്പോൾ 6.7 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 2K+ ആയിട്ടുള്ള കുറച്ചുകൂടി ഡിസ്പ്ലേ ക്വാളിറ്റി കൂടുതലായിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇതിന് പുറമെ നമുക്ക് ഇവിടെ 120 ഹെർട്സിന്റെ ഒരു കൂടിയ സ്ക്രീൻ റിഫ്രഷ് പാനൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിലുപരി ഈ റിഫ്രഷ് പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് കാരണം നമ്മുടെ ഫോണിലെ യൂസിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ക്രീൻ റിഫ്രഷ് പാനൽ സ്വിച്ച് ചെയ്യുന്നത് വഴി നമ്മുടെ ബാറ്ററി കുറെയൊക്കെ സേവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുമുണ്ട്. ഇനി ഈ ഫോണിൽ നമുക്ക് 20.1:9 എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 90% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോർഡ് റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്ലാസിന്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി പ്രൊട്ടക്ഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും Gorilla Glass 5 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ OnePlus 9 Proയിൽ നമുക്ക് ഒരു ടോപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും പവർഫുൾ പ്രൊസസറായ സ്നാപ്ഡ്രാഗൺ 888 ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് നോർമൽ യൂസിനാണെങ്കിലും നമുക്ക് ഗെയിമിങ്ങിനാണെങ്കിലും നമുക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാകാൻ സാധ്യത ഒട്ടും കാണാത്ത വിധം വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല പ്രൊസസർ തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് LPDDR5 RAM ആണ് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ UFS 3.1 സ്റ്റോറേജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ UI എന്ന് പറയുന്ന ഓക്സിജൻ OS 11 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 11 ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള ന്യൂനതയും പറയാൻ സാധിക്കാത്ത ഒരു ടോപ്പ് ക്വാളിറ്റി പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിലും ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ആ മെയിൻ ക്യാമറയ്ക്ക് വരെ നമുക്ക് ഇവിടെ റിയർ സൈഡിൽ നമുക്ക് ഇവിടെ 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 8 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസും 2 മെഗാ പിക്സലിന്റെ മോണോക്രോം ലെൻസും നമുക്ക് ഇവിടെ റിയർ സൈഡിൽ OnePlus 9 Proയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഫോണിൽ വലിയ പ്രശ്നങ്ങളൊന്നും പറയാൻ പറ്റാത്ത വിധം വളരെ മികച്ചൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4500 mAh ഒരു വലിയ ബാറ്ററി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 65 വാട്ടിന്റെ വയർഡ് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനുള്ള നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് 50 വാട്ടിന്റെ ഒരു വയർലെസ് ചാർജിങ് നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും നമുക്ക് ഈ ഫോണിൽ വളരെ മികച്ചായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ ഫേസ് അൺലോക്കും ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ, NFC തുടങ്ങി ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഈ OnePlus 9 Pro 5Gയുടെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 64,999 രൂപയാണ്. ഇനി കൂടി വേരിയന്റ് ആയ 12GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 69,999 രൂപയുമാണ്. ഇനി OnePlus 9 Proയിൽ നിന്ന് OnePlus 9ലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ ഏകദേശം 6.55 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് OnePlus 9 Proയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയുടെ സൈസിന്റെ കാര്യത്തിലാണെങ്കിലും ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഒരു ചെറിയ കുറവ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ 6.55 ഇഞ്ചും അതിനോട് നമുക്ക് ഇവിടെ ഫുൾ HD+ ഡിസ്പ്ലേ ക്വാളിറ്റിയുമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്.
ഇനി ഈ ഫോണിൽ നമുക്ക് 120 ഹെർട്സിന്റെ കൂടിയ സ്ക്രീൻ റിഫ്രഷ് പാനൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് ഇവിടെയും അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിലെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത് 1100 നിറ്റ്സ് ആണ്. ഇനി ഈ ഫോണിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 90% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിൽ നമുക്ക് 20:9 ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്ലാസിന്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിൽ നമുക്ക് പ്രൊട്ടക്ഷന്റെ കാര്യം എടുക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗോൾഡൻ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ OnePlus 9 Proയുടെ അത്ര ടോപ്പ് അല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെയും വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രോസസർ എന്ന് പറയുന്നത് നമ്മൾ OnePlus 9 Proയിൽ കണ്ട പോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 888 ആണ്. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഈ സ്നാപ്ഡ്രാഗൺ 888 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ വളരെ മികച്ചായിട്ടുള്ള നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പറയാൻ സാധിക്കാത്ത നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് LPDDR5 RAM ആണ് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ UFS 3.1 സ്റ്റോറേജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ ഫോണിലെ UI എന്ന് പറയുന്നത് OS 11 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 11 ലഭിക്കുന്നുണ്ട്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും നമുക്ക് ഈ OnePlus 9 Proയെ പോലെ തന്നെ അതിലെ അത്രയും മികച്ചായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ OnePlus 9 ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. മെയിൻ ക്യാമറയ്ക്ക് പോലെ നമുക്ക് ഇവിടെയും 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും ഒരു 2 മെഗാ പിക്സലിന്റെ മോണോക്രോം സെൻസറും നമുക്ക് ഇവിടെ റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെയും നമുക്ക് സെൽഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് 4500 mAh ഒരു വലിയ ബാറ്ററി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 65 വാട്ട് ഒരു വയർഡ് ഫാസ്റ്റ് ചാർജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ വയർലെസ് ചാർജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല. അതാണ് ഈ OnePlus 9 Proയും 9 തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായ വ്യത്യാസം. അതായത് നമുക്ക് ഇവിടെ വയർലെസ് ചാർജ് നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഈ OnePlus 9ൽ നമ്മൾ OnePlus 9 Proയിൽ കണ്ട പോലെ തന്നെ എല്ലാവിധ ഫീച്ചറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ OnePlus 9ന്റെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 49,999 രൂപയാണ്. ഇനി കൂടിയ വേരിയന്റ് ആയ 12GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 54,999 രൂപയുമാണ്. ഇനി ഈ രണ്ട് ഫോണുകൾക്ക് പുറമെ ഇന്ത്യക്ക് വേണ്ടി മാത്രമായിട്ട് OnePlus ഇറക്കിയ OnePlus 9R കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ 6.55 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ 6.55 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ OnePlus 9ൽ കണ്ട പോലെ അതേ സെയിം സൈസും അതേ സെയിം ക്വാളിറ്റിയും ഉള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ OnePlus 9Rൽ ലഭിക്കുന്നത്. ഇനി ഇവിടെയും നമുക്ക് 120 ഹെർട്സിന്റെ കൂടിയ സ്ക്രീൻ റിഫ്രഷ് പാനൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല. ഇനി ഈ ഫോണിൽ നമുക്ക് 20:9 ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 90% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിലെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്ലാസിന്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗോൾഡൻ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ OnePlus 9Rൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 870 ആണ്. ഈ സ്നാപ്ഡ്രാഗൺ 870 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് LPDDR5 RAM ആണ് ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ UFS 3.1 സ്റ്റോറേജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ UI എന്ന് പറയുന്നത് OS 11 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ Android 11 ആണ്, ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ OnePlus 9Rൽ വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ആ മെയിൻ ക്യാമറയ്ക്ക് നമുക്ക് ഇവിടെ റിയർ സൈഡിൽ 16 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാ പിക്സൽ മാക്രോ സെൻസറും 2 മെഗാ പിക്സൽ മോണോക്രോം സെൻസറും നമുക്ക് ഇവിടെ റിയർ സൈഡിൽ OnePlus 9Rൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ സെൽഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 4500 mAh ഒരു ബാറ്ററി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 65 വാട്ട് ഒരു വയർഡ് ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് വയർലെസ് ചാർജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല. ഇനി ഈ ഫോണിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് OnePlus 9ലും 9 Proയിലും കണ്ട പോലെ എല്ലാവിധ ഫീച്ചറും കാര്യങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ OnePlus 9Rൽ നമുക്ക് 2 വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 39,999 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയ 12GB 256GB പ്രൈസ് എന്ന് പറയുന്നത്
43,999 രൂപയുമാണ്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ OnePlus 9 സീരീസിലെ 3 ഫോണുകൾ എന്ന് പറയുന്നത് ഒന്നിനൊന്ന് മികച്ചായിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഇനി OnePlus 8 പ്രോയിൽ അല്ലെങ്കിൽ 8ൽ നിന്ന് 9 പ്രോ അല്ലെങ്കിൽ 9ലേക്ക് വരുമ്പോൾ നമുക്കിവിടെ എല്ലാ മേഖലകളിലും OnePlus 9 സീരീസ് ഫോണുകളുടെ ഒരു വ്യക്തമായ ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരി വീഡിയോ ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് OnePlus 8 സീരീസിൽ നിന്ന് 9 സീരീസിലേക്കുള്ള ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന വരെ